ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം എക്സ്പെക്റ്റഡ് ആയ പോലെ തന്നെ US, യൂറോപ്യൻ, ഇന്ത്യൻ, ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഗംഭീരമായിട്ടുള്ളൊരു റാലി നടത്തി. ഇന്നലെ ഇന്ത്യ വിക്സ് 20% ക്രാഷ് ചെയ്ത പോലെ തന്നെ US വിക്സും ക്രാഷ് ചെയ്തു. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ US മാർക്കറ്റ് ഗംഭീരമായിട്ടുള്ള റാലിയിലാണ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റുകളിൽ ആ ഒരു റാലിക്ക് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു ശാന്തതയാണ് മാർക്കറ്റിൽ. അല്ലാതെ ഇന്നലത്തെ പോലെയുള്ള അഗ്രസീവ്നെസ് ഇല്ല മാർക്കറ്റിൽ. ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി എന്ന് പറയാൻ സാധിക്കില്ല. ഒരു മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഇതിന് ഒരു കാരണം കൂടിയുണ്ട്. അതായത് ലെബനാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ആക്രമണം നടത്തരുതെന്ന് ഒമാൻ പറയുന്നു. ഒമാൻ മുന്നോട്ട് പറയുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത് അമേരിക്ക ആക്രമണം നിർത്തി ഇസ്രായേൽ വഴി ആക്രമണം തുടരാനാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സീസ് ഫയറിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉള്ള യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. കൂടാതെ തന്നെ ഇത് 2 ആഴ്ചത്തെ സീസ് ഫയറാണ്, അല്ലാതെ യുദ്ധം തീർന്നതല്ല. യുദ്ധം തീരുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. 2 ആഴ്ച എന്നുള്ളത് മേ ബി അത് കുറയാനാണ് സാധ്യത. ഇപ്പോൾ ഇങ്ങനെയുള്ള ലെബനാനിലൊക്കെ മേലുള്ള ആക്രമണം തുടരുകയാണെങ്കിൽ ഒമാൻ അത് അതിർത്തി പ്രകടിപ്പിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒമാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ശാശ്വത പരിഹാരമാണ് വേണ്ടത്, അല്ലാതെ 2 ആഴ്ചയിലുള്ള ഒരു സീസ് ഫയർ അല്ല എന്ന് പറഞ്ഞത്. പിന്നെ ട്രംപിൻ്റെ ഒരു ഫൈനൽ ത്രട്ട് കാരണമാണ് ഇത്തരത്തിലേക്ക് മാറിയത്. പക്ഷേ സ്ഥിതിഗതികൾ പൂർണ്ണമായും അത് യുദ്ധം 100% തീർന്നു ഒഴിവായി എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് മാർക്കറ്റ് മുന്നോട്ട് സ്വാഭാവികമായ രീതിയിലും പോവുക. അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം ആസ് ഓഫ് നൗ ഇല്ല. ഇപ്പോഴും അവിടെ ഒരു ഭീതിയുണ്ട്, മാർക്കറ്റിനും ആ ഒരു ഭീതിയുണ്ട്. അതാണ് ഇപ്പോൾ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ്, സിൽവറും ചെറിയ തോതിൽ നെഗറ്റിവിറ്റി, ബിറ്റ്കോയിനും നെഗറ്റിവിറ്റി, ബ്രന്റ് ഓയിൽ 1% സ്പൈക്ക് ചെയ്ത് 97 നിഫ്റ്റി 23,962 ഇടിഞ്ഞു, ഡോ ഇടിഞ്ഞു, നാസ്ഡാക്ക് ഫ്യൂച്ചർ നെഗറ്റീവിലാണ്. കൂടാതെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകളായിട്ടുള്ള കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. കൂടാതെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ എല്ലാ കമ്പനീസും ഗംഭീരമായിട്ടുള്ള ക്ലോസിംഗ് നടത്തി. HDFCയും ICICI ബാങ്കും എല്ലാം തന്നെ ഗംഭീര ക്ലോസിംഗ് നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ വേറെ പ്രത്യേകത ഉള്ളത് നമ്മുടെ TCSൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ആനന്ദ് രതി വെൽത്ത് റിസൾട്ട് ഉണ്ട്. അങ്ങനെ റിസൾട്ട് കാലഘട്ടങ്ങളിലേക്കാണ് പോകുന്നത് മാർക്കറ്റ്. കൂടാതെ ഇന്ന് ഇലക്ഷൻ ഡേ ആണ്. എല്ലാ ആൾക്കാരും വോട്ട് ചെയ്യാൻ മറക്കരുത്. ഇത്തവണത്തെ വോട്ടൊക്കെ വളരെയധികം ഈ പുതിയ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിനൊക്കെ ശേഷമുള്ള ആദ്യത്തെ വോട്ടാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടെ എല്ലാ ആളുകളും വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനും വോട്ട് ചെയ്യാനായിട്ട് പോകും ഈ ന്യൂസ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തതിന് ശേഷം. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അതിനു മുമ്പ് ഈ വരുന്ന സാറ്റർഡേ, സൺഡേ ദിവസങ്ങളിൽ കൊച്ചിയിൽ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. ബേസിക്കിൻ്റെയും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കമ്മോഡിറ്റിയുടെ എല്ലാത്തിൻ്റെയും താല്പര്യമുള്ള ആളുകൾക്ക് ബുക്ക് ചെയ്യാം. ഫസ്റ്റ് കമ്പനി നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ന്യൂസിൽ ആദ്യമുള്ളത് ബോഷാണ്. ബോഷ് 9,000 കോടി രൂപക്ക് ITC ഗ്രൂപ്പിൽ നിന്ന് ഇവരുടെ ഒരു അക്യൂസിഷൻ, ബോഷ് ചേസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ അക്യൂസിഷൻ നടത്തി. ലുപ്പിൻ പുതിയ മെഡിസിന് അംഗീകാരം ലഭിച്ചു. NHPC കമ്പനി, ഇവരെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, ഇവർ 26,000 കോടി രൂപയുടെ ഒരു ജോയിൻറ്റ് വെഞ്ചർ പ്രൊജക്റ്റ് അരുണാചൽ പ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ചെയ്യാൻ ധാരണയായി. NHPC കമ്പനിയെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, ഒരു ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റായിട്ട് ധാരണയായിട്ടുണ്ട്. ഗവൺമെൻറ്റായിട്ട് ധാരണയായി എന്ന് മാത്രമല്ല, ഫ്രാൻസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കരാറും സൈൻ ചെയ്തു. KC ഇൻ്റർനാഷണൽ കമ്പനി 2,500 കോടി രൂപയുടെ ഒരു ഇൻ്റർ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കമ്പനി ചെയ്യുന്നുണ്ട്. ഇൻഫോയിഡ്ജ് കമ്പനി ജീവൻ സാഥിയുടെയും അല്ലെങ്കിൽ നോക്കിയുടെയും എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സ് ഇവിടെ സെയിൽസ് വോളിയെല്ലാം തന്നെ 8% വർധനവ് രേഖപ്പെടുത്തി. റൈറ്റ്സ് കമ്പനി 119 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. GOCL ഗ്രൂപ്പ് കമ്പനി ഹൈദരാബാദിലുള്ള പുതിയ പ്ലാന്റ് ഫുള്ളി ഓപ്പറേഷനായി എന്ന് കമ്പനി അറിയിച്ചു. നെറ്റ്വർക്ക് പീപ്പിൾ സർവീസ് കമ്പനിക്ക് ഒരു ഓർഡർ ലഭിച്ചു. പ്രൈക്കോൾ
കമ്പനി ജർമ്മൻ ഓട്ടോമോട്ടീവ് കമ്പനീനെ പൂർണ്ണമായിട്ടും അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത് 24,100 പൊട്ടും ആളുകൾ അഗ്രസീവായിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. PCR 1.3 ആണ്. എന്നാൽ കോൾ സൈഡിൽ 24,500 മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. 23,500 സപ്പോർട്ട് സോണുകളായിട്ട് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നാളെ ഒരു ദിവസം, അതിനുശേഷം 2 ദിവസം വളരെയധികം ക്രൂഷ്യൽ തന്നെയാണ്. ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ വിത്തൗട്ട് ഹെഡ്ജ് ഹോൾഡ് ചെയ്യുന്നത് കുറച്ച് റിസ്ക് എലമെൻറ്റ് കൂടുതലുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു.